റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. റൂത്ത് 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 22. ക്വസ്റ്റ്യൻ നമ്പർ 2. റൂത്ത് 1-ാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം എന്ത്? ഉത്തരം എലിമലേക്കും കുടുംബവും മൊവാബിൽ. ക്വസ്റ്റ്യൻ നമ്പർ 3. ആര് ഭരണം നടത്തിയിരുന്നപ്പോഴാണ് ബെത്ലഹേമിൽ ക്ഷാമമുണ്ടായത്? ഉത്തരം ന്യായാധിപന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 4. യൂദയായിലെ ബെത്ലഹേമിൽ ന്യായാധിപന്മാർ ഭരണം നടത്തിയിരുന്നപ്പോൾ എന്താണ് ഉണ്ടായത്? ഉത്തരം ക്ഷാമമുണ്ടായി. ക്വസ്റ്റ്യൻ നമ്പർ 5. ബെത്ലഹേമിൽ ക്ഷാമമുണ്ടായപ്പോൾ ആരാണ് മൊവാബ് ദേശത്ത് പോയി താമസിച്ചത്? ഉത്തരം എലിമലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 6. ആരോടൊപ്പമാണ് എലിമലേക്ക് മൊവാബിൽ താമസമാക്കിയത്? ഉത്തരം ഭാര്യ നവോമി, മക്കൾ മഹലോൺ, കിലിയോൺ. ക്വസ്റ്റ്യൻ നമ്പർ 7. യൂദയായിലെ ഏത് വംശത്തിൽപ്പെട്ടവരായിരുന്നു എലിമലേക്കും കുടുംബവും? എഫ്രാത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 8. എവിടെ വെച്ചാണ് നവോമിയുടെ ഭർത്താവ് എലിമലേക്ക് മരിക്കുന്നത്? ഉത്തരം മൊവാബിൽ വെച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 9. എലിമലേക്കിന്റെ മക്കളുടെ ഭാര്യമാരുടെ പേരെന്ത്? ഉത്തരം ഓർഫ, റൂത്ത്. അവർ ഏത് ദേശത്തെ സ്ത്രീകളായിരുന്നു? ഉത്തരം മൊവാബ്. ക്വസ്റ്റ്യൻ നമ്പർ 11. എത്ര വർഷം അവർ മൊവാബിൽ താമസിച്ചു? ഉത്തരം 10 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 12. 10 വർഷത്തോളം അവർ അവിടെ താമസിച്ചു. അങ്ങനെയിരിക്കെ എന്ത് സംഭവിച്ചു? ഉത്തരം മഹലോനും കിലിയോനും മരിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 13. നവോമിക്ക് ആരെയൊക്കെ നഷ്ടപ്പെട്ടു? ഉത്തരം ഭർത്താവും മക്കളും. ക്വസ്റ്റ്യൻ നമ്പർ 14. 1-ാം അധ്യായത്തിലെ 2-ാം ശീർഷകം എന്ത്? ഉത്തരം നവോമിയും റൂത്തും ബെത്ലഹേമിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 15. എന്ത് കേട്ടിട്ടാണ് നവോമി മരുമക്കളോടൊപ്പം മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത്? ഉത്തരം കർത്താവ് ഭക്ഷണം നൽകി തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 16. ആരാണ് നവോമിയെ അനുഗമിച്ചത്? ഉത്തരം മരുമക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 17. മരുമക്കളോടുകൂടെ പുറപ്പെട്ട് നവോമി എവിടെ എത്തി? ഉത്തരം യൂദയായിലേക്കുള്ള വഴിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 18. യൂദയായിലേക്കുള്ള വഴിയിൽ വെച്ച് നവോമി മരുമക്കളോട് എന്താണ് പറഞ്ഞത്? ഉത്തരം നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 19. ആരോടെല്ലാം അവർ കരുണ കാണിച്ചു എന്നാണ് നവോമി മരുമക്കളോട് പറയുന്നത്? ഉത്തരം മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 20. മരിച്ചവരോടും എന്നോടും കരുണ കാണിച്ച നിങ്ങളോട് ആര് കരുണ കാണിക്കട്ടെ എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 21. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആര് ആരോട് പറഞ്ഞു? ഉത്തരം നവോമി മരുമക്കളോട്. ക്വസ്റ്റ്യൻ നമ്പർ 22. മരുമക്കളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ നവോമിയോട് മക്കൾ എന്തു പറഞ്ഞു? ഉത്തരം ഞങ്ങൾ പോകുന്നില്ല, അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 23. വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ എന്തായിരിക്കുന്നു എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത്? ഉത്തരം വൃദ്ധയായിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 24. ആരുടെ കരമാണ് എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു എന്ന് നവോമി മരുമക്കളോട് പറയുന്നത്? ഉത്തരം കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 25. ആരാണ് അമ്മായിയമ്മയെ ചുംബിച്ച് വിട വാങ്ങിയത്? ഉത്തരം ഓർഫ.
ആരാണ് നവോമിയെ പിരിയാതെ നിന്നത്? ഉത്തരം റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 27. റൂത്തിനോട് നവോമി എന്താണ് പറഞ്ഞത്? ഉത്തരം നിന്റെ ചാർച്ചക്കാരി, നിന്റെ സഹോദരി ക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ, അവളെ പോലെ നീയും പോകുക. ക്വസ്റ്റ്യൻ നമ്പർ 28. 1:15 മറുപടിയായി റൂത്ത് എന്താണ് നവോമിയോട് പറയുന്നത്? ഉത്തരം അമ്മയെ ഉപേക്ഷിക്കുവാനോ കൂടെ പോരാതിരിക്കുവാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും. അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 29. എന്തുകൊണ്ടാണ് നവോമി റൂത്തിനെ നിർബന്ധിക്കാതിരുന്നത്? ഉത്തരം അവൾ തന്നോടുകൂടെ വരാൻ ഉറച്ചു എന്ന് കണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 30. പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു. ആരെ കണ്ട്? ഉത്തരം നവോമിയെയും റൂത്തിനെയും കണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 31. എവിടെ എത്തിയപ്പോഴാണ് പട്ടണം മുഴുവൻ നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ചത്? ഉത്തരം ബെത്ലഹേമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 32. സ്ത്രീകൾ പരസ്പരം ചോദിച്ചതെന്ത്? ഉത്തരം ഇത് നവോമിയോ? ക്വസ്റ്റ്യൻ നമ്പർ 33. നവോമി എന്ന വാക്കിനർത്ഥം? ഉത്തരം സൗഭാഗ്യവതി അഥവാ സന്തുഷ്ട. ക്വസ്റ്റ്യൻ നമ്പർ 34. സർവശക്തൻ തന്നെ കഠിനമായി വിഷമിപ്പിച്ചതിനാൽ തന്നെ എന്ത് വിളിക്കണം എന്നാണ് നവോമി തൻ്റെ നാട്ടുകാരോട് പറഞ്ഞത്? ഉത്തരം മാറ. ക്വസ്റ്റ്യൻ നമ്പർ 35. മാറ എന്ന വാക്കിനർത്ഥം? ഉത്തരം കൈപ്പുള്ളവൾ. ക്വസ്റ്റ്യൻ നമ്പർ 36. സർവശക്തൻ തന്നോട് എങ്ങനെ പ്രവർത്തിച്ചു എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം കഠിനമായിട്ട് പ്രവർത്തിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 37. നവോമി എങ്ങനെ ബെത്ലഹേമിൽ നിന്ന് പോയി? എങ്ങനെ തിരിച്ചുവെന്നാണ് അവൾ പറയുന്നത്? ഉത്തരം എല്ലാം തികഞ്ഞവളായി ഇവിടെ നിന്ന് പോയി, ഒന്നുമില്ലാത്തവളായി കർത്താവ് തിരിച്ചയച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 38. എപ്പോഴാണ് അവർ ബെത്ലഹേമിൽ തിരിച്ചെത്തിയത്? ഉത്തരം ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 39. ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ നവോമിയും റൂത്തും എവിടെയാണ് തിരിച്ചെത്തിയത്? ഉത്തരം ബെത്ലഹേമിൽ.